ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് ജോമോൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ഈ കഴിഞ്ഞ ജൂലൈ 15-ാം തീയതി ജോമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ജോമോൻ്റെ മാത്രമല്ല കേട്ടോ, എൻ്റെ ബർത്ത്ഡേ അന്ന് തന്നെയാണ്. സാധാരണ ഞങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിക്കാറ്. പക്ഷേ ഇത്തവണ നിമിഷ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ടും ഞങ്ങൾ രണ്ടായിട്ടാണ് ആഘോഷിച്ചത്. കഴിഞ്ഞ 2 ദിവസം മുമ്പായിരുന്നു എൻ്റെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അന്ന് ജോമോൻ്റെ സെലിബ്രേറ്റ് ചെയ്യാത്തത് കൊണ്ട് ജോമോൻ്റെ ചെറിയ വിഷമമുണ്ട്. പക്ഷേ അവനൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇന്ന് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനൊരു പ്രതീക്ഷയില്ല. അവനെ വിളിച്ചിട്ട് അവനോട് കുറച്ച് നേരത്തെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാക്കി നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത്. എങ്ങനെയാ മോനെ, എക്സ്പെക്ട് ചെയ്താ? അപ്പോൾ ഫ്രണ്ട്സ്, ജോമോൻ ഒരുപാട് സന്തോഷത്തിലാണ്. അവന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ്, ഒരു സർപ്രൈസാണ് കിട്ടിയത്. നിമിഷം ഇങ്ങനത്തെ സർപ്രൈസ് കൊടുക്കുന്നവന് ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം ഒന്നാമത്തെ നിമിഷം നാട്ടിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് അവൾ ഇങ്ങനെയൊന്നും അറേഞ്ച് ചെയ്യുന്നവന് ഒരിക്കലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. പക്ഷേ അത് അടിപൊളിയായിട്ട് അവനത് എൻജോയ് ചെയ്തു ഈ ഒരു മൂമെൻറ്റ്. പക്ഷേ നിമിഷയാണെങ്കിൽ അതിലേറെ ഹാപ്പിയാണ്. കാരണം അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് ജോമോൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷമാണെങ്കിലും കഴിഞ്ഞ വർഷം നിമിഷ ക്യാരിയിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്കും കൂടെ വരാനൊന്നും പറ്റിയില്ല. അവൾ നാട്ടിൽ നിന്നിട്ടാണ് വിഷ് ചെയ്തതൊക്കെ. സത്യം പറഞ്ഞാൽ ജോമോൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ആ ഒരു സന്തോഷം കാരണം. എന്തായാലും ഈ ഒരു മൂമെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു മൂമെൻറ്റ് ക്രിയേറ്റ് ചെയ്തത്. അതിന് നമ്മുടെ ടീം എല്ലാവരും ഉണ്ടായിരുന്നു. കുറച്ച് പേര് മിസ്സിങ് ഉണ്ട്. പക്ഷേ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് വരാൻ പറ്റാതായിപ്പോയത്. പക്ഷേ ഇത് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് എല്ലാ പ്രാവശ്യവും ഇത് ചെയ്യാറുള്ളത്.
അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.